ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ ഹറാമുണ്ട്, ഇസ്ലാമിൽ ഹലാലുണ്ട്. അത് ഭക്ഷിക്കുന്നതിലുണ്ട്, അത് തിന്നുന്നതിലുണ്ട്, അത് കുടിക്കുന്നതിലുണ്ട്, അത് ധരിക്കുന്നതിലുണ്ട്, അത് സമ്പാദ്യത്തിലുണ്ട്, അത് സംസാരത്തിലുണ്ട്, അത് പ്രവർത്തനങ്ങളിലുണ്ട് എന്ന് വേണ്ട സകലമായ കാര്യങ്ങളിലും ഹലാലും ഹറാമും ഉണ്ടെന്നിരിക്കേ. നീ മത്സ്യത്തിനെ മാത്രമല്ലേ കണ്ടുള്ളൂ, മത്സ്യത്തിന്റെ കൂടെ ഒന്നുകൂടിയുണ്ട്, അത് അൽജിറാദ്, അത് വെട്ടുക്കിളിയാണ്, അത് വെട്ടുക്കിളിയാണ്. മത്സ്യം മാത്രമല്ല ജസ്ന, ജസ്നായെ തിരുത്തിക്കൊണ്ട് നിന്റെ 7 വയസ്സുള്ള പ്രായത്തിൽ പഠിക്കാൻ കഴിയാത്തതിനെ ഈ 27 വയസ്സിൽ പഠിപ്പിക്കുകയാണ്. അൽജിറാദ്, വെട്ടുക്കിളിയും കൂടി ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. വെട്ടുക്കിളിയും മത്സ്യവും ഇത് രണ്ടും ചത്താലും നജസല്ല, അത് ഹലാലാണ്, അത് ഭക്ഷിക്കാൻ അത് അനുവദനീയമാണ്. അത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് അനുവദനീയമായ ഹലാലായ ആഹാരമാണെന്ന് ലോകത്തിന്റെ നേതാവേ മുഹമ്മദ് മുസ്തഫ ഈ ദുനിയാവിന്റെ മടുത്തട്ടിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ നിനക്കൊരു ഹറാം ചെയ്യണം എന്നുള്ളൊരു ചിന്ത കടന്നു വന്നാൽ, ഒരു മോശമായ പ്രവർത്തനം ചെയ്യണമെന്നുള്ള ചിന്ത കടന്നു വന്നാൽ, കണ്ടില്ലേ 3 ദിവസങ്ങൾക്കപ്പുറം സോഷ്യൽ മീഡിയയിലൂടെ കടന്നു വന്ന ജസ്ന എന്ന് പറയപ്പെടുന്ന മുസ്ലിം നാമധാരിയായ പെൺകുട്ടി പറഞ്ഞുപോയ ഏറ്റവും മോശമായ അപക്വമായ വാർത്ത എന്തെന്നറിഞ്ഞില്ലേ? എന്ന് മാത്രമല്ല, മുസ്ലിമീങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട്, ഇസ്ലാമിനെ വെല്ലുവിളിച്ചുകൊണ്ട്, ഇസ്ലാമെന്ന സുന്ദരമായ മതത്തെ അടച്ചാക്ഷേപിക്കണമെന്നുള്ള മുൻകരുതലോടുകൂടി മുൻ തീരുമാന പ്രകാരം കടന്നു വന്നിട്ട് ഇസ്ലാമിനെ ആക്ഷേപിക്കാൻ വേണ്ടി ഇസ്ലാമിന്റെ സുന്ദരമായ ഒരു ജീവിത ശൈലിയെ കരിവാരി തേച്ചുകൊണ്ട് ഒരഭിപ്രായം ഉന്നയിച്ചിട്ട് അവിടെ ഒരു മറുപടി എന്നുള്ള രീതിയിൽ പറയുന്ന വാദമെന്താ? മുസ്ലിയാക്കന്മാരെ ഞാൻ വെല്ലുവിളിക്കുന്നു, മൊയ്ലിയാക്കന്മാരെ ഞാൻ വെല്ലുവിളിക്കുന്നു. എന്തുമാത്രം മോശമായ സംസാരമാ, എന്തുമാത്രം മ്ലേച്ഛമായ സംസാരമാ, എന്തുമാത്രം അഹങ്കാരത്തിന്റെ പദങ്ങളാ. അതുകൊണ്ട് ജസ്നയോട് പറയുകയാണ്, ഈ അവസരത്തിൽ ജസ്നയോട് പറയുകയാണ്, മോളെ നീ ഒരു കാലത്ത് ജസ്ന എന്ന് പറയുന്ന നാമധേയത്തിലൂടെ മുസ്ലിമായി ജീവിച്ചിരുന്ന അവസരത്തില് തലയിൽ തട്ടമിട്ടുകൊണ്ട് മുസ്ലിം കുടുംബത്തിന്റെ ഉള്ളറയിൽ ജീവിച്ചിരുന്ന അവസരത്തില് നീ കൃത്യമായി മദ്രസയിൽ പോയിരുന്നുവെങ്കിൽ ഈ പൊട്ടത്തരത്തിന്റെ അപക്വമായ ചോദ്യം ചോദിക്കില്ലായിരുന്നു. കാരണം എന്തെന്നറിയോ? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ ഹറാമുണ്ട്, ഇസ്ലാമിൽ ഹലാലുണ്ട്. അത് ഭക്ഷിക്കുന്നതിലുണ്ട്, അത് തിന്നുന്നതിലുണ്ട്, അത് കുടിക്കുന്നതിലുണ്ട്, അത് ധരിക്കുന്നതിലുണ്ട്, അത് സമ്പാദ്യത്തിലുണ്ട്, അത് സംസാരത്തിലുണ്ട്, അത് പ്രവർത്തനങ്ങളിലുണ്ട് എന്ന് വേണ്ട സകലമായ കാര്യങ്ങളിലും ഹലാലും ഹറാമും ഉണ്ടെന്നിരിക്കേ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഹവ്വാ ബീബി റളിയല്ലാഹു അൻഹയും സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കാൻ കാരണം വിലക്കപ്പെട്ട കനിയാകുന്ന ഒരു പഴത്തെ ഭക്ഷിച്ചപ്പോ അതവർക്ക് ഹറാമായിരുന്നു, അതവർക്ക് അനുവദനീയമല്ലായിരുന്നു. അങ്ങനെ അനുവദനീയമല്ലാത്ത വിലക്കപ്പെട്ട കനിയെ ഭക്ഷിച്ചതിന്റെ പേരിൽ ആദം നബി എന്ന് പറയപ്പെടുന്ന ആദ്യ പ്രവാചകന് പോലും സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താകേണ്ടി വന്നുവെങ്കിൽ ഇല്ല മോളെ ജസ്ന, ഇസ്ലാം എന്ന് പറയപ്പെടുന്ന സുന്ദരമായ മതത്തിന്റെ നിയമങ്ങളെയും ഇസ്ലാം എന്ന് പറയപ്പെടുന്ന സുന്ദരമായ മതം മുന്നോട്ട് വെക്കുന്ന നിയമവശങ്ങളെയും തച്ചുടയ്ക്കാമെന്നുള്ള ഒരു വല്ലാത്ത വ്യാകരണത്തോടുകൂടി കടന്നു വന്നിട്ട് ഇസ്ലാമിനെ അപഹസിക്കാൻ വേണ്ടി തയ്യാറാകുമ്പോ ആദരവായ പ്രവാചകരെ മുഹമ്മദ് മുസ്തഫ, ലോകത്തിന്റെ നേതാവേ മുഹമ്മദ് മുസ്തഫ, ആമിനയുടെ മുത്തേ മുഹമ്മദ് മുസ്തഫ, ഈ രാത്രി സലാത്തിന്റെ രാത്രിയാകട്ടെ, ഈ സദസ് സലാത്തിന്റെ സദസ്സാകട്ടെ, ഈ കൂട്ടം സലാത്തിന്റെ കൂട്ടമാകട്ടെ, അതുകൊണ്ട് മടിയില്ലാതെ വല്ലാത്ത ഒരു തേജസ്സോട് ഓജസ്സോട് ആത്മാർത്ഥതയോടുകൂടി ഉരുവിടണേ. ലോകത്തിന്റെ നായകന്റെ നാമധേയം ഇങ്ങനെ കേൾക്കുമ്പോ, ഈ അന്തരീക്ഷത്തിൽ ഇങ്ങനെ മുഖരിതമാകുമ്പോ മുഹമ്മദ് മുസ്തഫ
എന്ന സുന്ദരമായ ആ വചനമുണ്ടല്ലോ, ആ നാമധേയമുണ്ടല്ലോ, ഈ അന്തരീക്ഷത്തിൽ അലയടിക്കുമ്പോ അതിനോടൊപ്പം ചേർത്ത് വായിക്കണേ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സുന്ദരമായ സ്വലാത്ത് നമ്മുടെ നാവിൻ തുമ്പിലൂടെ നിർഗളിച്ചുകൊണ്ട് ഈ അന്തരീക്ഷത്തിൽ ലയിക്കട്ടെ, ഈ അന്തരീക്ഷത്തിൽ മുഖരിതമാകട്ടെ, ഈ സദസ്സിൽ പുത്തുണർവാകട്ടെ. അതുകൊണ്ട് ആവേശത്തോടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ഭക്ഷിക്കണം എന്ത് ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞ അതേ പ്രവാചകൻ തന്നെ രണ്ട് കാര്യത്തെ ഒഴിവാക്കി. മോളെ, നീ മത്സ്യത്തിനെ മാത്രമല്ലേ കണ്ടുള്ളൂ, മത്സ്യത്തിന്റെ കൂടെ ഒന്നുകൂടിയുണ്ട്, അത് അൽജിറാദ്, അത് വെട്ടുക്കിളിയാണ്, അത് വെട്ടുക്കിളിയാണ്. മത്സ്യം മാത്രമല്ല ജസ്ന, ജസ്നായെ തിരുത്തിക്കൊണ്ട് നിന്റെ 7 വയസ്സുള്ള പ്രായത്തിൽ പഠിക്കാൻ കഴിയാത്തതിനെ ഈ 27 വയസ്സിൽ പഠിപ്പിക്കുകയാണ്. അൽജിറാദ്, വെട്ടുക്കിളിയും കൂടി ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. വെട്ടുക്കിളിയും മത്സ്യവും ഇത് രണ്ടും ചത്താലും നജസല്ല, അത് ഹലാലാണ്, അത് ഭക്ഷിക്കാൻ അത് അനുവദനീയമാണ്. അത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് അനുവദനീയമായ ഹലാലായ ആഹാരമാണെന്ന് ലോകത്തിന്റെ നേതാവേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജസ്ന മത്സ്യത്തിനെ മാത്രമേ കണ്ടുള്ളൂ. ജസ്ന എന്തോ വലിയ കാര്യമായിട്ട് എന്തോ ഭയങ്കര സംഭവമാണ്. ഇപ്പം മുസ്ലിമീങ്ങളെല്ലാം മൂക്കത്ത് വിരൽ വെക്കും, ഇപ്പം ഇസ്ലാം അങ്ങ് തകർന്നു വീഴും. ഇസ്ലാമിന് ഈ ഒരൊറ്റ ചോദ്യത്തിൽ ഇതിനേക്കാൾ വലിയ ശാസ്ത്രം ചോദിച്ചു, സയൻസ് ചോദിച്ചു, ഇതിനെ വെല്ലുവിളിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ട് അവരെല്ലാം മുട്ടുകുത്തിയ സ്ഥലത്താണ് കേവലം ഒരു മീനുമായിട്ട് 10 രൂപയുടെ ചാളയായിട്ട് വന്നിരിക്കുകയാണ്. ഇസ്ലാമിനെ മോശപ്പെടുത്താമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായിട്ട് എന്ത് ഭക്ഷിക്കണം എന്ത് ഭക്ഷിക്കരുത്, ഭക്ഷിക്കുമ്പോൾ അത് ജീവികളെയാണ് ഭക്ഷിക്കുന്നതെങ്കിൽ അതിനെ എങ്ങനെ അറുക്കണം എന്ന് തുടങ്ങി, എന്ന് മാത്രമല്ല നാൽക്കാലികളെയാണ് അറുക്കുന്നതെങ്കിൽ അതിനെ എങ്ങനെയാണ് അറുക്കേണ്ടത്, ഇനി കോഴിയാണ് അറുക്കുന്നതെങ്കിൽ അതിനെ എങ്ങനെ അറുക്കണം, അതിന്റെ പിച്ചാത്തി അത് കട്ട് ചെയ്യുന്ന കത്തി എങ്ങനെ മൂർച്ച വരുത്തണം, ആര് പിടിക്കണം, എപ്പോ വെള്ളം കൊടുക്കണം, എന്ത് ചൊല്ലണം, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ജീവിയെ ഭക്ഷിക്കുന്നത് എങ്ങനെ, അത് ഭക്ഷിക്കാതിരിക്കുന്നത് എങ്ങനെ, അങ്ങനെ ഭക്ഷിക്കുന്ന ജീവിയിൽ ഏതൊക്കെ ജീവിയാണ് അറുക്കാതെ ചത്താൽ കഴിക്കൽ അനുവദനീയമാകുന്നത്, അതല്ലെങ്കിൽ ജീവൻ പോയാൽ അറുക്കാതെ ജീവൻ പോയാൽ ഭക്ഷിക്കൽ അനുവദനീയമാകുന്നത് ഏതൊക്കെയാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു. അത് 2 എണ്ണമുണ്ട്. അത് ഒന്ന് മത്സ്യം, മറ്റൊന്ന് വെട്ടുക്കിളിയാണ്. ഇത് രണ്ടിനെയും ഇസ്ലാം അനുവദനീയമാക്കി തന്നിരിക്കുകയാണ്. ധാരാളമായി ഭക്ഷിച്ചോളൂ.